ചേച്ചിയെ കണ്ടപ്പോൾ അവന് വലിയ സന്തോഷമായി. വയർ നിറയെ ഭക്ഷണം കഴിച്ചു. അവനാണെങ്കിൽ കല്യാണിയുടെ കൂടെ കുറെ നേരം കളിക്കുകയും ചെയ്തു. ഉറങ്ങിയപ്പോൾ നിത്യേച്ചി തന്നെ എടുത്തു തന്നെ. കുറച്ചു ദിവസം ചിലപ്പോൾ ഇങ്ങനൊക്കെ തന്നെ വേണ്ടി വരും. കുഞ്ഞല്ലേ. കുറച്ചു ദിവസം എന്ന് പറഞ്ഞ നിത്യേന രാത്രി ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അവിടെ കൊണ്ടുപോയി ഉറക്കിയിട്ട് തിരിച്ചുകൊണ്ടുവരാൻ എന്നും വേണോന്നല്ലല്ലോ അമ്മേ. അവരങ്ങനെയല്ലേ ജീവിച്ചേ. എനിക്കിങ്ങനെ ഉറക്കമൊഴിച്ച് കാവലിരിക്കാനൊന്നും പറ്റില്ല. അമ്മ എന്തിനാ ഉറക്കമൊഴിച്ച് കാവലിരുന്നത്? അമ്മയ്ക്ക് ഉറങ്ങായിരുന്നില്ലേ? കുടുംബത്തൊരു കാര്യം നടക്കുമ്പോ അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്നും പറഞ്ഞ് കേറിക്കിടന്ന് ഉറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. താൻ ഈ കണക്ക് വെച്ചുള്ള സംസാരവും നിർത്താവോ? 2-3 ദിവസമായിട്ട് തന്റെ സംസാരം അത്ര ശരിയല്ല. അമ്മയ്ക്ക് വിഷമം തോന്നിയാലും കുഴപ്പമില്ല. എന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ അമ്മയ്ക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. വേറൊന്നുമല്ല, അമ്മ പെട്ടെന്ന് അമ്മായിമ്മയുടെ സ്റ്റാൻഡിലാണ് സംസാരിക്കുന്നത്. നമ്മൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താൻ കിടക്കുന്നില്ലേ? അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ഞാനിപ്പോ വിളിക്കാമേ. എടാ ഹരി, ഹരിയേ, ഒന്ന് താഴോട്ട് വാ. ആ ദാ വരുന്നുണ്ട്. ആ എടാ നിന്നെ കാണാനാ. ഹലോ ഹരി, എന്റെ പേര് ഉല്ലാസ്. ഉല്ലാസ് നെയ്യാറ്റിങ്കര. പേര് കേട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. എനിക്കൊരു പ്രസിദ്ധീകരണ ശൃംഖലയുണ്ട്, വസന്തം പബ്ലിക്കേഷൻസ്. ഓ, അതാണ് പരിചയം. ഈ RK സാറിന്റെ കവിതകൾ പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങളായിരുന്നല്ലേ? അതെ അതെ, ഞാൻ ഹരിയെ ആദ്യമായിട്ട് കാണുകയാണ്. പക്ഷെ തന്റെ കവിതകളിലൂടെ തന്നെ എനിക്ക് നല്ല പരിചയമുണ്ട്. എന്റെ കവിതകളോ? ആ, അതെങ്ങനെ? അല്ല വല്ല ബാലഭക്തിയിലും കണ്ടതായിരിക്കും. ഹേയ്, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നിരുന്ന് സംസാരിക്കാം. ഓ സാർ ഇരിക്കണം. നീ ഇരിക്കുന്നില്ലേ? ഇരിക്ക്. പറയൂ സാറേ. 3-4 ദിവസം മുമ്പ് തന്റെ കുറെ കവിതകൾ എനിക്ക് പോസ്റ്റലായിട്ട് വന്നു. കൂടെ ഒരു കത്തും. ആ കത്ത് ഹരിയുടെ ഒരു ആരാധികയുടെയാണ്. വീട്ടിലൊരാള് വന്നിരിപ്പുണ്ട്. പേര് ഉല്ലാസ് നെയ്യാറ്റിങ്കര. അയാള് വന്നിരിക്കുന്നതേ എന്റെ കുറച്ച് കവിതകൾ പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് എന്റെ ഒരു ആരാധിക അയച്ചു കൊടുത്തെന്നാ പറഞ്ഞത്. അതെന്തിനാ എന്നോട് പോലും ചോദിക്കാതെ അങ്ങനൊരു കാര്യം ചെയ്തത്? അത് എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു. ചെയ്തു പോയത് തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്ക്. അയാള് പറഞ്ഞപ്പോ ഞാനാകെ ഞെട്ടിപ്പോയി. അന്ന് പോവാൻ തീരുമാനിച്ചതല്ല ഞാൻ. അതിന്റെ ഇടയില് ഇതൊന്നും ബാക്കിയാവണ്ടെന്ന് കരുതി. ആ കവിതകൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാ ഒന്ന് ട്രൈ ചെയ്തത്.
എന്നെ കബളിപ്പിച്ച് കൂടെ കൊണ്ടുപോവാൻ ഒരാൾ കാത്തിരിക്കായിരുന്നല്ലോ. അപ്പൊ കരുതി എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതറിയണം. അതിന്റെ പേരില് അത് എഴുതിയ ആള് ആദരിക്കപ്പെട്ടത് കേൾക്കാൻ പറ്റണം എന്നൊക്കെ. ആരാധകർക്ക് അങ്ങനെ ചില അവകാശങ്ങളുണ്ടല്ലോ. അതിന് വേറെ ആരുമില്ലല്ലോ ആരാധികമാരായിട്ട്. അയാളോട് എന്താ മറുപടി പറഞ്ഞത്? എനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ട് കണക്ക് പറയാനുണ്ടാവും എന്നോട്. ഒന്ന് അകന്നതല്ലേ. മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞാല് അതിന്റെയൊക്കെ കണക്കുകളും മനസ്സിലുണ്ടാവുമല്ലോ. എൻ്റെ കുറേ അക്ഷരങ്ങളെടുത്ത് കൂട്ടിവെക്കുക, എന്നിട്ട് അതിനെ കവിത എന്ന് വിളിക്കുക, അതിനെ സ്നേഹിക്കുക, അതിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുക, അതൊരു പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുക്കുക.